നമ്മുടെ കേരളത്തിലെ ഇലക്ഷന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം അംഗത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവോ, LDF വരുമോ എന്നുള്ളതൊക്കെയാണ് LDFകാരുടെ ഇടയിലുള്ള പ്രതീക്ഷകളും ചർച്ചകളും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗമാവും. എനിക്ക് തോന്നുന്നു അടുപ്പിച്ച് 3 തവണ മുഖ്യമന്ത്രിയായ, ഒരു ഹാട്രിക് മുഖ്യമന്ത്രിയായ മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. ഇപ്പോൾ മറ്റൊരു റെക്കോർഡും കൂടിയുണ്ട് ഇപ്രാവശ്യം പിണറായി വിജയൻ ഈ ഇലക്ഷന് നിൽക്കാൻ പോകുന്നത്. അതായത് എല്ലാ സ്ഥാനാർത്ഥികളും ഈ 140 മണ്ഡലങ്ങളിൽ നിൽക്കുന്ന എല്ലാ മുന്നണികളെയും എല്ലാ സ്ഥാനാർത്ഥികളും ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി പിണറായി വിജയനാണ്. 82 വയസ്സ്. അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സ്ഥാനാർത്ഥികൾ, ഏതൊക്കെ മുന്നണികൾ എത്ര പ്രായമുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു ബ്രീഫാണത്. അപ്പം ഇതിൽ ഒരു ആവറേജ് പ്രായമാണ്. LDFിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരുടെയും ആവറേജ് പ്രായം 57.3, UDFിൻ്റെ 54.3, NDA 51.7. അപ്പോൾ LDFിലെ സ്ഥാനാർത്ഥികളാണ് ശരിക്കും ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥികൾ എന്ന് നമുക്ക് ഈ ഒരു ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രായം കൂടിയ ആൾ പിണറായി വിജയനാണ്. 82 വയസ്സ്, ധർമ്മടത്തെ സ്ഥാനാർത്ഥി, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ 25 വയസ്സ്, ആതിര ഡി നായർ, 2020. അപ്പോൾ ആതിര ഡി നായരുടെ ഇപ്പോൾ പല വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർ ഈ പറഞ്ഞ റീൽസിലൂടെയൊക്കെ ഒരു താരമായതാണ്. പക്ഷെ അവരൊരു റീൽസ് താരം എന്ന് മാത്രം വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവർക്കെതിരെ ട്രോളുകളും അവർ സപ്പോർട്ട് ചെയ്തെടുക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി അവരാണ്. എനിക്ക് തോന്നുന്നു മറ്റേ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അതിനെക്കാട്ടും പ്രായം കുറഞ്ഞവരൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ. അന്ന് 21 വയസ്സേ അവർക്ക് അന്ന് മേയറാകുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ LDFിൻ്റെ 2021 ഇത് ആവറേജ് നോക്കുകയാണെങ്കിൽ LDFിന് അന്ന് 55 വയസ്സ്, UDF 53, NDA 50. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെക്കാട്ടും ഒരു പൊടിക്ക് കൂടിയിട്ടുണ്ട്. അതായത് 55-ന്ന് 57ലേക്ക് LDF എത്തി, UDF 53-ന്ന് 54.3 എത്തി, NDA 50-ന്ന് 51.7 എത്തി. ചെറിയ വ്യത്യാസങ്ങൾ മാത്രം. പക്ഷെ കഴിഞ്ഞ തവണയും ഇപ്രാവശ്യത്തെയും ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കൂടുതൽ LDFിനാണ്, ഏറ്റവും പ്രായക്കുറവ് സ്ഥാനാർത്ഥികളുടെ പ്രായക്കുറവ് NDAക്കുമാണ്. ഇനിയിപ്പോൾ ഈ ഒരു 2026 ഒരു ഡീറ്റെയിൽസിലേക്ക് നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 25 വയസ്സ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്ഥാനാർത്ഥി നിൽക്കുന്ന NDAയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ 25 മുതൽ 40 വരെയുള്ളതിൽ LDFിന് 9 കാൻഡിഡേറ്റ്സ്, UDFിന് 16, NDAക്ക് 17. അപ്പോൾ യങ്സ്റ്റേഴ്സ് LDFിൽ കുറവാണ്. ഈ ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ LDFിന്റെ സ്ഥാനാർത്ഥികൾ കുറവാണ്. 41 മുതൽ 50 വയസ്സ്, നമുക്കതിന് ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വൃദ്ധന്മാരെന്നും പറയാൻ പറ്റില്ല, ഒരു മധ്യവയസ്കർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് LDFിൽ 26 പേര്, UDFിൽ 33, NDAയിൽ 45. എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ഷനിലാണ് NDAയിൽ ഏറ്റവും കൂടുതൽ. അതായത് 41 മുതൽ 50 വയസ്സ് പ്രായമുള്ള ആളുകളാണ് NDAയിൽ ഏറ്റവും കൂടുതൽ, 45 വയസ്സ്. പിന്നെ 51 മുതൽ 60 വരെ വയസ്സ് പ്രായം, അതിൽ LDF 52 പേര്, UDF 46 പേര്, NDA 47. ഇത്രയും പേരാണ് അത്രയും സ്ഥാനാർത്ഥികളാണുള്ളത്. പിന്നെ 61 മുതൽ 70 വരെ പ്രായമുള്ളതിൽ അതിൽ വീണ്ടും LDF തന്നെയാണ് മുന്നിൽ, 39 പേര്, UDF 35, NDA 27. ഇനി 71 മുതൽ 80, അതിൽ LDFിൽ 11, UDFിൽ 10, NDA 4. അതായത് NDAയുടെ കുറഞ്ഞു വന്നു. ഇനി 80 വയസ്സിന് മുകളിൽ 3 സ്ഥാനാർത്ഥികൾ മാത്രമേ ഈ 2026 ഇലക്ഷൻ നിൽക്കുന്നുള്ളൂ. അതിൽ UDFിനും NDAയിലും ആരുമില്ല. 3 പേരും LDFിലാണ്. അതിൽ ആരൊക്കെയാണെന്ന് ഒന്ന് നമ്മൾ പറഞ്ഞു, പിണറായി വിജയനാണ് അതിൽ ഒരു സ്ഥാനാർത്ഥി, മറ്റൊന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്, പിന്നൊന്ന് AK ശശീന്ദ്രനാണ്. ഇവർ 3 പേരും വളരെ സീനിയേഴ്സ് തന്നെയാണ്. അതായത് പിണറായി വിജയനൊക്കെ ശരിക്ക് എത്രയോ വർഷമായിട്ട് MLA ആയിട്ടും, അതായത് MLA ആയിട്ടാണ് അദ്ദേഹം 70കളിലൊക്കെ ഭയങ്കര ശക്തമായിട്ട് MLA ആയിട്ട് പ്രവർത്തിച്ച് അവിടെ മുതൽ വന്ന് ഈ 2016 ശരിക്കും ഒരു 70 വയസ്സൊക്കെ പ്രായമായപ്പോഴാണ് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആവുന്നത്. 2 തവണ ചീഫ് മിനിസ്റ്ററായി, ഈ 3ാമത് ചീഫ് മിനിസ്റ്റർ ആവുമോ എന്നുള്ളതാണ്. കാരണം LDFിൽ അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്യാൻ, കാരണം നമുക്കറിയാം പല വിവാദങ്ങളുണ്ടായിരുന്നു. അതായത് പാർട്ടിയിൽ ഒരുപാട് പേരെ പ്രായം 75 കഴിഞ്ഞവരെ ഒഴിവാക്കണം എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടന്നു. പക്ഷെ പിണറായിക്ക് മാത്രം ഇളവ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ 2 രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖം വെച്ചാണല്ലോ പാർട്ടി. ഇപ്പോൾ NDAയിലാണെങ്കിൽ മോദിയുടെ മുഖം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മോദി ഗ്യാരണ്ടി, മോദിയുടെ ഇതെന്നൊക്കെ എന്താ പറയാ, മോദിജിയുടെ ഫാക്ടർ, മോദി ഫാക്ടർ എന്നൊക്കെ പറയില്ല. അപ്പൊ എന്തായാലും
എൻ ഡി എയുടെ ഒരു വോട്ട് വീതം കൂടിയതും ഒരുപാട് പേര് ബി ജെ പിയിലോട്ട് വന്നതൊക്കെ ഒരു മോദി പ്രഭാവം കണ്ടിട്ട് തന്നെയാണ് പലരും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൽ ഡി എഫിൽ ഒരു പിണറായി ഉണ്ട്. ഇപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇന്ന് എൽ ഡി എഫിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു പിണറായി തന്നെയുള്ളൂ. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും പിണറായി തന്നെയാണ് മുന്നിൽ നയിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പൊ പ്രായം പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് മുന്നണികളുടെ ഒരു സീറ്റ് വിഭജനത്തെ കൂടിയും പറയാം. അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടും ഏകദേശം എത്രയാണ് എന്നുള്ളത്. യു ഡി എഫിന് കോൺഗ്രസിന് 45 സീറ്റ്, അതിൽ സ്വതന്ത്രർ 3. അതായത് കോൺഗ്രസ് നമുക്കറിയാം ഓരോ മുന്നണിക്കും ഓരോ സീറ്റുകളാണ്, ഒരു ഏരിയയിൽ ആ ഒരു സീറ്റ് ആ ഒരു പാർട്ടിക്കായിരിക്കും, ആ ഒരു മുന്നണിയിലെ. അതിൽ കോൺഗ്രസിനുള്ള ഒരു സീറ്റിൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയില്ല, പകരം വിമതരെ, നമ്മൾ പറയാം ജി സുധാകരനെ പോലെയുള്ള വിമതരെ നിർത്തി അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 3 പേരെയാണുള്ളത്. മുസ്ലിം ലീഗിന് 27 സ്ഥാനാർത്ഥികൾ, അതിലൊന്ന് സ്വതന്ത്രനാണ്. പിന്നെ കേരള കോൺഗ്രസിന് 8, RSP 5, അതിൽ 1 സ്വതന്ത്രൻ. RSPക്കും ഇപ്രാവശ്യം ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ ഷിബു ബേബി ജോണിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം 2 തവണ പരാജയപ്പെട്ടു. അദ്ദേഹം അതായത് LDF ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ജയിച്ചിരുന്നു, പിന്നീട് UDF വന്ന ശേഷം അദ്ദേഹം ജയിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ജയിക്കേണ്ടത് ഒരു ആവശ്യമാണ്, ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് വളരെ ആവശ്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ RSP സ്വതന്ത്രനെ നിർത്തിയിരിക്കുന്നത് അതിൽ പയ്യന്നൂരാണ് തോന്നുന്നു. പയ്യന്നൂർ ഇടതുനിന്ന് വിട്ടുവന്ന വ്യക്തി, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം. അത് RSPയുടെ സീറ്റായിരുന്നു. അവിടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് RSPയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, പകരം സ്വതന്ത്രനാണ്. പിന്നെ KDP 1, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് 1, CMP 1, RMP 1. അല്ലെ RMP നമുക്കറിയാം KK രമ തന്നെയാണ് വടകര, അവർ മാത്രം നിൽക്കുന്നുള്ളൂ, അവർ തന്നെ ജയിച്ചു, കഴിഞ്ഞവണെ ജയിച്ചു. പിന്നെ തൃണമൂൽ കോൺഗ്രസ് 1. അപ്പൊ ഇങ്ങനെയാണ് UDFന്റെ ഒരു സീറ്റ് വീതം. അതിൽ 140 സീറ്റിൽ 95 UDF ആണ്, നമുക്കല്ല കോൺഗ്രസ് ആണ്. പിന്നെ ലീഗാണ്, മുസ്ലിം ലീഗാണ്. ശരി, മുസ്ലിം ലീഗിന് പിന്നെ നമുക്കറിയാം മലപ്പുറവും പൊന്നാനിയും അവിടെയാണ് അവരുടെ പ്രധാനമായിട്ടുള്ള, വേറെ എവിടെയും അവർ അങ്ങനെ സീറ്റ് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ അവിടെ നിർത്തിട്ടില്ല തോന്നുന്നു. ഈ 2 സ്ഥലങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ട്, മലപ്പുറം, കോഴിക്കോട്. അതെ. പിന്നെ LDF വന്നു കഴിഞ്ഞാൽ CPMന് 90 സീറ്റ്, അതിൽ 15 സ്വതന്ത്രരാണ്. 15 സ്വതന്ത്രരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. CPI 25, അതിൽ 1 സ്വതന്ത്രൻ. കേരള കോൺഗ്രസ് M, മാണി ഗ്രൂപ്പ് 12. ഏറ്റവും കൂടുതൽ LDFൽ ഒരു ചർച്ച വന്നിരുന്ന മാണി ഗ്രൂപ്പിന് സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചായിരുന്നു. പല സ്ഥലങ്ങൾ, അതിൽ കുറ്റ്യാടി ഉൾപ്പെടെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. അതിൽ മാണി ഗ്രൂപ്പിന് ഇപ്രാവശ്യം 12 സീറ്റ്. അതിൽ ജോസ് കെ മാണിക്ക് ഇപ്രാവശ്യം ജയിച്ചേ പറ്റുള്ളൂ. പാലയിലാണ് ഓപ്പോസിറ്റ് സിറ്റിംഗ് MLA ഇപ്പം മാണി സി കാപ്പനും പിന്നെ പൂഞ്ഞാറെന്ന് വന്ന നമ്മുടെ ഷോൺ ജോർജും ഒക്കെയാണ് NDA നിൽക്കുന്നത്. വളരെ ടൈറ്റാണ്. ഷോൺ ജോർജ് ജയിക്കോ ഇല്ലയോ എന്നുള്ളതിലുപരി ഷോൺ ജോർജ് എത്ര സീറ്റ് പിടിക്കുന്ന അനുസരിച്ചിട്ട് ഇരിക്കും ഈ ജോസ് കെ മാണിയുടെ ഒരു വിജയവും പരാജയമൊക്കെ. പിന്നെ RJD 3, ISJD 3, NCP ശരത് പവാർ ഗ്രൂപ്പ് 3, കോൺഗ്രസ് S 1, കേരള കോൺഗ്രസ് B 1, നമ്മുടെ ഗണേഷ് കുമാർ തന്നെ. പിന്നെ RSP L ഗ്രൂപ്പ് 1, INC ദേവർകോവിൽ 1. ഇതിലപ്പോൾ എനിക്ക് തോന്നുന്നു UDFല് കോൺഗ്രസ് 95 സീറ്റ് പിടിച്ചപ്പോൾ ഇപ്പുറത്തെ LDF 90, CPM 90 സീറ്റാണ് പിടിച്ചിരിക്കുന്നത്. എന്തായാലും മുന്നണികൾ ഒരു ഈക്വലായിട്ട് ഡിവൈഡ് ഒക്കെ ചെയ്ത് കൊടുത്തു. 2 പേരെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി NDAയിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ, അതായത് BJP 99 സീറ്റാണ്, അതിൽ 1 സ്വതന്ത്രനാണ്, BJP സ്വതന്ത്രനാണ്. പിന്നെ BDJS 22 സീറ്റ്, 2020ക്ക് 19 സീറ്റ്. അപ്പോൾ കഴിഞ്ഞ തവണ പോലെയല്ല, ഇപ്രാവശ്യം 2020 NDAയുടെ ഭാഗമാണ്. കഴിഞ്ഞ ഇലക്ഷൻ എനിക്ക് തോന്നുന്നു CK ജാനുവിൻ്റെയൊക്കെ പാർട്ടി അവർ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം അവരില്ല. എന്തായാലും ഇപ്പം ഈ 3 പേരേ ഉള്ളൂ. അപ്പോൾ UDFനും LDFനും നോക്കുമ്പോൾ NDAയിൽ മാത്രം 3 പാർട്ടീസേ ഉള്ളൂ NDA മുന്നണിയിൽ. അപ്പോൾ അതിലൊരു മെജോറിറ്റി 140-ൽ 99 സീറ്റും BJPക്ക് തന്നെയാണ്. അപ്പോൾ 2020ക്ക് 19 സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം വേറെ എന്താ പറയുക, പുതിയൊരു പാർട്ടിയാണ് ഇതിലോട്ട് വന്നത്. 2020 ഓൾറെഡി എക്സിസ്റ്റിംഗ് പാർട്ടിയാണ് അവർ. പക്ഷേ NDAയിൽ ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ അവർക്ക് 19 സീറ്റ് കൊടുക്കുന്നു. അതിനെതിരെ തന്നെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എറണാകുളത്ത് എറണാകുളത്ത് തന്നെ ഒരു 16 സീറ്റോ എറണാകുളം ജില്ലയിൽ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ BJPയുടെ പല ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ BJPയുടെ പല സീറ്റുകൾ അവർക്ക് കൊടുത്തതിന് BJPയുടെ തന്നെ ജില്ലാ നേതൃത്വത്തിലോ അല്ലെങ്കിൽ BJP പ്രവർത്തകരുടെ ഇടയിൽ അസ്വാരസ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവരെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ചേലക്കരയിലെ സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ, NDA സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് വരുന്ന ഒരാളെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അവർക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കും, അത് അവരെ കൂടെ നിർത്തി മറ്റവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടികയിലൊക്കെ CC മോഹൻദൻ അദ്ദേഹത്തെ ജയിപ്പിച്ച് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ 2020 സ്ഥാനാർത്ഥികൾക്ക് 19 പേരെ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. അതിൽ ആരൊക്കെ വിജയിക്കുമെന്ന് പരാജയപ്പെടുന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും LDFന് തുടർഭരണമാണ് ലക്ഷ്യം, UDFന് തിരിച്ചുവരവാണ് ലക്ഷ്യം, NDAക്ക് ശക്തമായ മുന്നേറ്റം. കാരണം NDA ജയിക്കില്ല എന്നൊക്കെ പറയാം, പക്ഷെ ശക്തമായിട്ടുള്ള മുന്നേറ്റം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, അതേപോലെ തൃശ്ശൂർ MP
സുരേഷ് ഗോപി ജയിച്ചു ആദ്യമായിട്ടൊരു MP. മുമ്പ് O രാജഗോപാൽ 2016 നിയമത്തിൽ ജയിച്ചിരുന്നു, MLA ആയിരുന്നു. പക്ഷെ പിന്നീട് അത് നഷ്ടപ്പെട്ടു. 2021 ആ സീറ്റ് BJPക്ക് നഷ്ടപ്പെട്ടു. ഇപ്രാവശ്യം അത് വീണ്ടും തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. ശിവൻകുട്ടിയാണ് ഓപ്പോസിറ്റ് LDFന്റെ ഉള്ളത്. ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും BJPക്ക് ഇപ്രാവശ്യം കുറച്ച് സീറ്റ് പിടിച്ചേ പറ്റുള്ളൂ. ഇത്രയും അവർ പ്രയത്നിച്ചിട്ട് ആ ഒരു കുറച്ച് സീറ്റ് പിടിച്ചില്ലെങ്കിൽ അതൊരു ക്ഷീണം തന്നെയാണ്. അതേപോലെ തന്നെ വോട്ട് വീതവും കൂട്ടണം. ഞാൻ കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 34 മണ്ഡലങ്ങളിലാണ് 30% വോട്ട്, 30% മുകളിൽ വോട്ട് നേടിയത്. അതിൽ നേമത്തും വട്ടിയൂർക്കാവും BJP ലീഡിംഗ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ ലീഡ് നേടിയേ പറ്റുള്ളൂ, അവിടെ വിജയിച്ചേ പറ്റുള്ളൂ. എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.